ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ഒരു അലുമിനിയത്തിൻ്റെ സ്ലൈഡിങ് ഡോർ കേട്ടോ. ഇപ്പോൾ ഒരുവിധ വീടുകളിലൊക്കെ ഉണ്ടാവും ഈ UPVC വിൻഡോ. അത് കുറച്ച് എക്സ്പെൻസ് ആയ കാരണം ഇത് നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ അലുമിനിയത്തിൻ്റെ സ്ലൈഡിങ് ഡോർ ഉണ്ടാക്കിയതാണ്. അത് ഇപ്പോൾ ഒരുവിധ റൂമുകളിലൊക്കെ ഉണ്ടാവും, മറ്റേ ഒരു ഒരു ബാൽക്കണി സെറ്റ് ചെയ്തിട്ട് സ്ലൈഡിങ് ഒക്കെ വെച്ചിട്ടുള്ള സംഭവം. അത് UPVC ചെയ്യുമ്പോൾ നല്ല റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് അലുമിനിയത്തിൽ ചെയ്താൽ, ഇത് അലുമിനിയത്തിൽ ഞങ്ങൾ ഇത് ഒരു സ്ലൈഡിങ് ഡോറും പിന്നെ ചെയ്തതെന്ന് വെച്ചാൽ ഒരു ഫിക്സഡും. ഇതിൻ്റെ സൈസ് വരുന്നത് 7.6, ഫിക്സഡ് വരുന്നത് 7.4 വരുന്നത്. അപ്പോൾ ഇത് എന്താ വെച്ചാൽ ഇത് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആണ്, കൂടുതൽ എല്ലാ വീടുകളിലും ഉണ്ടാവും UPVC വിൻഡോസ് പറഞ്ഞു കഴിഞ്ഞാൽ സ്ലൈഡിങ് ഒക്കെ നല്ല റേറ്റ് വരുന്നതാണ്. അപ്പോൾ നമ്മളിത് ഫ്രണ്ടിൻ്റെ വീട്ടിൽ ചെയ്ത് കൊടുത്താണ് അലുമിനിയത്തിന്. ഇതിൻ്റെ പ്രൈസ് ഇപ്പോൾ തന്നെ പറയണത് വെച്ചാൽ 18,000 റുപ്യാണ് ഇത് വന്നത് ഇത് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ മെറ്റീരിയൽ മേടിച്ചിട്ട് ചെയ്തതാണ്. അപ്പോൾ പരമാവധി നമുക്ക് മാക്സിമം ബഡ്ജറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. 18,000 രൂപ വരാൻ കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മൾ ഗ്ലാസ്സൊക്കെ ചെയ്തത് 6mm ടഫൻ ഗ്ലാസ് അല്ല, സാധാ ഗ്ലാസ്സാണ്. ഇത് ഫിക്സഡിനും ഇതിനൊക്കെ നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ സാധാ ഗ്ലാസ് ഇടുന്ന സമയത്ത് എന്താ വെച്ചാൽ സേഫ്റ്റി പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഒരു ബഡ്ജറ്റിൻ്റെ ഒരു പ്രശ്നം പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ടഫൻ ചെയ്യേണ്ട സാധാ ഇട്ടാൽ മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സാധാ ഇട്ടെടുത്താണ്. എപ്പോഴും നമ്മൾ ഈ ലോങ് ഗ്ലാസ്സൊക്കെ ചെയ്യുന്ന സമയത്ത് 100% ടഫൻ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അത് ടഫൻ ചെയ്യാത്ത കാരണമാണ് ഇത് 18,000 രൂപയ്ക്ക് നമുക്കിത് ഒരു സ്ലൈഡിങ് ഡോറും പിന്നെ ഒരു ഫിക്സഡ് നമുക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ UPVC ആകുമ്പോൾ നല്ല റേറ്റ് വരും. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു വീഡിയോസാണ്. നമ്മളിത് സെറ്റ് ചെയ്യണമൊക്കെ ചെറുതായിട്ടൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത്. ഞാനും നമ്മളൊരു ഫ്രണ്ടും പാടെ കൂടിയിട്ടാണ് ഇത് സെറ്റ് ചെയ്തത്. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതൊന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത്. അപ്പോൾ ഇതാണ് സംഭവം. അലുമിനിയത്തിൻ്റെ ഫ്രെയിമാണ്, വൈറ്റാണ് നമ്മൾ എടുത്തത്. പിന്നെ ഗ്ലാസ് ടഫൻ ചെയ്തിട്ടില്ല, സാധാ ഗ്ലാസ് എടുത്തത് 6mm ആകുമ്പോൾ പിന്നെ പെട്ടെന്ന് പൊട്ടാൻ ചാൻസ് കുറവാണ്. പൊട്ടുകയാണെങ്കിൽ അത്ര പ്രശ്നമൊന്നും വരാൻ സാധ്യതയില്ല, കാരണം ചൈലിനെ ലോക്കായി നിന്നോളും. കാരണം ഇത് 6mm ബീഡിങ് ഇട്ടിട്ടാണല്ലോ ചെയ്യുന്നത്, കറക്റ്റ് mm ബീഡിങ് ഇട്ടിട്ടാണ് ഇത് ചെയ്യുന്നത് നമ്മൾ സ്ലൈഡിങ് ഡോറെ. അപ്പോൾ പിന്നെ പൊട്ടിയാൽ അത് അതിൽ തന്നെ ഉണ്ടാവും. പിന്നെ ഇത് ഇവൻ പറഞ്ഞെന്താ വെച്ചാൽ നമുക്ക് അതിൻ്റെ മുകളിലൊരു സ്റ്റിക്കർ ഒട്ടിക്കാമെന്ന് പറഞ്ഞത്, അതായത് ക്ലിയർ സ്റ്റിക്കർ ഉണ്ടല്ലോ, കൂളിംഗ് ഒട്ടിക്കാൻ മാതിരി. അപ്പോൾ അത് വെച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ ഫിലിം ഒട്ടിക്കില്ലേ, ആ ഫിലിം ഒട്ടിച്ച് കഴിഞ്ഞാൽ അത് പിന്നെ അതോ ഗ്ലാസ് പൊട്ടുകയാണെങ്കിൽ തന്നെ അത് താഴേക്ക് കൊഴിഞ്ഞു വീഴില്ല. കൊഴിഞ്ഞു വീഴാൻ ചാൻസ് കുറവാണ്, കാരണം വെച്ചാൽ ഇത് ലോക്കാവും, അത്രയും ടൈറ്റായിട്ടാണ് ഇതിൻ്റെ ബീഡിങ് വരുന്നത്. അപ്പോൾ ആ സ്റ്റിക്കർ കൂടി ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് പൊട്ടിയാൽ അത്ര പെട്ടെന്ന് താഴെ വീഴില്ല, ആ പൊട്ടി അവിടെ നിന്നോളും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മളിത് ചെയ്തത്. അപ്പോൾ വീട്ടുകാർ പറഞ്ഞു 6mm ഇട്ടാൽ മതി പറഞ്ഞപ്പോൾ അങ്ങനെ ചെയ്തതാണ്. പിന്നെ നമ്മൾ ഫിക്സഡ് ചെയ്തതും അങ്ങനെ തന്നെ, ഫിക്സഡും സാധാ ഗ്ലാസ് തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാശ് ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ എപ്പോഴും ടഫൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സേഫ്റ്റി ഉണ്ടാവും. പിന്നെ ഇവിടെ ചെറിയ കുട്ടികളൊന്നും ഇല്ലാത്ത കാരണം പിന്നെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ ആദ്യം ചെയ്തത് ഔട്ട് സൈഡ് വെക്കാന്നുള്ളതായിരുന്നു. പക്ഷേ ഇതൊരു ബാൽക്കണി ഇല്ല, ചെറിയൊരു ഏരിയ ഉള്ളൂ, ഒരു 10 ഇഞ്ചാണ് അവിടെ ചാട്ടുള്ളൂ പുറത്തേക്ക്. അപ്പോൾ നമ്മളവിടെ സേഫ്റ്റി ഗ്രില്ലും ഇത് വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമല്ലോ വെച്ചിട്ട് നമ്മൾ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇത് ഫ്രണ്ടിലേക്ക് വെക്കാൻ വിചാരിച്ചു. ഫ്രണ്ടൊപ്പം വെച്ചിട്ട് ആ പുറം ഭാഗം ഒപ്പം വെച്ച് വെക്കാമെന്നുള്ള വിചാരിച്ച് ഞങ്ങൾ പ്ലാൻ ചെയ്ത് വെച്ചു. എന്നിട്ട് പുറത്തേക്കൊരു ഒരു സ്റ്റേജ് അടിച്ചിട്ട് ഒരു ബാൽക്കണി പോലെ സെറ്റ് ചെയ്യാന്നുള്ളൊരു പ്ലാനാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ അവർ പറഞ്ഞു അത് കുറച്ചുകൂടി എക്സ്പെൻസ് ആകുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അത് ഉള്ളിലേക്ക് തന്നെ വെച്ചു. നമ്മൾ ഫിനിഷ് ചെയ്ത സമയത്ത് ഡോറ് നിൽക്കുന്നത് നമ്മളെ ഈ റൂമിൻ്റെ എൻഡ് ഭാഗത്താവും, സ്റ്റാർട്ടിങ്ങിലാവും. അപ്പോൾ ആദ്യം ഞങ്ങൾ ഫ്രെയിം പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ആളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി പറഞ്ഞു. പിന്നീട് വന്നപ്പോൾ സ്ഥലക്കുറവുള്ളൊരു ഇത് തോന്നിയപ്പോൾ അങ്ങനെ ചെയ്യണില്ല, പുറത്തേക്ക് ഇത് സെറ്റ് ചെയ്യണില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ബാക്കിലേക്ക് തന്നെ വെച്ചു. ബാക്കിലേക്ക് വെച്ചിട്ടാണ് നമ്മളിതിൻ്റെ ഫിനിഷ് ചെയ്തിരുന്നത്. അപ്പോൾ അലുമിനിയത്തിൻ്റെ ഈ സ്ലൈഡിങ് ഡോറൊക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചാൽ കുറച്ച് ചിലവ് കുറവുണ്ടാവും, ലോങ് ലാസ്റ്റ് ചെയ്യും. അറിയാലോ, അലുമിനിയം ആകുമ്പോൾ പിന്നെ തുരുമ്പോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല. പിന്നെ ഇത് വൈറ്റ് എടുത്തത്, അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അപ്പോൾ ഇതാണ് നമ്മളെ ഇന്നത്തെ വീഡിയോസ്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തുകൊണ്ട്, ചിലവ് കുറവാട്ടോ ഇത് വെച്ച് ചെയ്യുമ്പോൾ. ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ടിന് ചെയ്യുകൊണ്ട് ഇത്ര മാക്സിമം നമ്മൾ കുറച്ചിട്ട് ചെയ്തിരുന്നത്. പിന്നെ ടഫനില്ല, സാധാ ഗ്ലാസ്. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് ചെയ്തിപ്പോൾ അത് 18,000 റുപ്യ വന്നിട്ടുള്ളൂ. സൈസ് വരുന്നത് 7.6 സൈസ്, സ്ലൈഡിങ്ങിൻ്റെ സൈസ് വരുന്നത്. ഫിക്സഡ് വരുന്നത് 7.4 വരുന്നത്. അപ്പോൾ അതാണ് നമ്മളെ വർക്ക്, ഇന്നത്തെ വർക്ക്.
അപ്പോൾ ഞാനും ഓനും പാടെ ചെക്കനും പാടെ കൂടിയിട്ട് സംഭവമൊക്കെ സെറ്റാക്കി ഒക്കെ ഫിനിഷിങ് ചെയ്താണ്. നമ്മളെ മേശിരിയാണ്. മേശിരി ഞാനും പാടെ കൂടിയിട്ട് ഫുള്ള് സെറ്റാക്കി വിട്ടിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ സ്ലൈഡിങ് ഡോറൊക്കെ വെക്കുന്ന സമയത്തൊക്കെ പുറത്താണ്. അപ്പോൾ സ്പേസ് ഇല്ലല്ലോ, ആകെ ഒരു 8 ഇഞ്ച് കല്ലിൻ്റെ ഒരു വീതി ഉള്ളൂ. അപ്പോൾ പിന്നീട് ഞങ്ങൾ ഫ്രെയിം പറഞ്ഞാൽ ഞങ്ങൾ ഒരു 6 സ്ക്രൂ വെച്ചിട്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഓൻ പറഞ്ഞാൽ വേണ്ട പറഞ്ഞപ്പോൾ അങ്ങോട്ട് ബാക്കിലേക്ക് തന്നെ കറക്റ്റ് ബാക്കിലേക്ക് തന്നെ വെച്ചു. ഇതാണ് നമ്മൾ ഫിക്സഡ് പറഞ്ഞു കേട്ടോ. ഒരു 6.4 സൈസ് വരുന്നുണ്ടാവും, 7.4 സൈസ് വരുന്നത്. ഇതാണ് നമ്മൾ ഫൈനൽ ഔട്ട്പുട്ട് വരുന്ന സംഭവം. ഇതാണ് ചെറിയൊരു സ്പേസ് ഉള്ളൂ. അവിടെ പുറത്തൊരു സേഫ്റ്റി ഗ്രില്ലിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഈ ഡോറ് വന്നിട്ട് അവിടെ നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിസ്റ്റമാണിത്. അപ്പോൾ ഓന് റൂമിൽ ഇപ്പോൾ എല്ലാ റൂമിലും ട്രെൻഡിങ് അല്ലേ ഇങ്ങനെ സ്ലൈഡിങ് ഡോറും ലോങ് കർട്ടനൊക്കെ. അപ്പോൾ അത് പറഞ്ഞപ്പോൾ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താണ്. താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്തുകൊണ്ടും. ഓക്കെ എന്നാൽ.